ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലേഷ്യ പോകുന്നതാണ്. അപ്പം നമ്മൾ മലേഷ്യ പോയിട്ട് ഹൈലൈറ്റ് മുകളിലെത്തി ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. കാരണം നമ്മൾ മലേഷ്യ പോകുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് മലേഷ്യൻ കറൻസി ആക്കാൻ പോകുന്നു. നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എൻ്റെ ഉപ്പ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഈ എയർ ഏഷ്യൻ്റെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് വരെ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതാണ്. രാത്രി 12 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടിക്കറ്റ് കിട്ടിയതിന് ബോർഡ് പാസും എന്നിട്ട് നമ്മളിപ്പം ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. നല്ല വ്യൂ അല്ലേ? അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ ഇപ്പം എൻ്റെ ഫോട്ടോ ആണ്. ഞാൻ എൻ്റെ ഉമ്മയും ഞാൻ എൻ്റെ ഉപ്പയും ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ കാത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കാത്തിരുന്ന് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിന്. ഫുഡൊക്കെ കൊണ്ടുവരണം. പക്ഷെ പിന്നെ നമ്മൾ മലേഷ്യയിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ രാവിലെ മലേഷ്യയിലെ എയർപോർട്ടിൽ അവിടെ നമ്മൾ പുറത്തെത്തി. നമ്മളൊരു ഗ്രൂപ്പ് ടൂറാണ് പോയത്. അതിലെ ഗൈഡൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലും മലേഷ്യയിലും മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ വിൻഡോ സീറ്റിലെ വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ പിങ്ക് മോസ്കിൻ്റെ അടുത്തെത്തി. കുറച്ചും കൂടി പോയാലും പിങ്ക് മോസ്ക്. ഇതാണ് പിങ്ക് മോസ്ക്. ഈ ഫ്ലോട്ടിംഗ് മോസ്ക് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു റിവറും കൂടി. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറാൻ നടന്നു പോയിട്ട് പിന്നെ അവിടെ എത്തി. പിന്നെ അത് ശരിക്കും ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ചെരുപ്പൂരി വെച്ച് പോകണം. പിന്നെ ആ ചെരുപ്പൂരി വെച്ച് ഇതാണ് ശരിക്കുള്ള പിങ്ക് മോസ്ക്. പിന്നെ എന്ത് ഹൈറ്റ് ചെയ്ത് മനുഷ്യന്മാർ വെച്ച് നോക്കിയാൽ ഭയങ്കര ഹൈറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ അവിടെ കുറേ ഫോട്ടോകളെടുത്തു. ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഉത്തരജയത്തിൽ എത്തി. ഉത്തരജയം എഴുതിയിട്ടില്ല. നമ്മൾ എത്തി. അവിടെ നിന്ന് നമ്മൾ ഒരു ചൈന ടെമ്പിളിലെത്തി. അവിടെ കുറേ സാധനമുണ്ട്. ഇത് എന്ത് എക്സ്പെൻസീവാ. ഇവിടെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറേ പൈസ ഉണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു. ഞാനും എൻ്റെ അനിയനും ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ചൈന ടെമ്പിളിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ കണ്ടു. ഈ ചൈന ടെമ്പിൾ എത്ര വലുതാണ് നമുക്കൊക്കെ മനസ്സിലായി. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ചൈനീസ് ആൾക്കാർ ഇങ്ങനെ ആരാധിക്കുന്ന പോലെ തോന്നി. നോക്കുമ്പോൾ നേരെ ബുദ്ധ. അപ്പം എനിക്ക് കാര്യം എന്താ മനസ്സിലായി. പിന്നെ നമ്മളിങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ അവിടെയൊക്കെ കുറച്ചിരുന്നു. പിന്നെ സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുറച്ച് ഇരുന്നു. പിന്നെ ഉള്ളിൽ കയറി ഇത്ര ടോപ്പിൽ അവിടെ എന്തോ പോലെ എന്താ ചെസ് കളിക്കുമ്പോൾ ബോർഡ് പോലെ അതിൽ ഓരോ സ്ക്വയർ പോലെ കുറേ പേര് അവിടെ നിന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് മുകളിൽ പോകണം. അതിന് നമ്മുടെ റൂം ഏതാണെന്ന് മനസ്സിലാണ്. പിന്നെ ലിഫ്റ്റ് കയറി നമ്മൾ റൂമിൽ പോകാൻ മുന്നെയാണ്. പിന്നെ നമ്മൾ റൂം ആദ്യമായിട്ടാണ് ഈ റൂം കാണുന്നത്. പിന്നെ ഞാൻ കയറിയപ്പോൾ നമുക്ക് അവിടെ കുറേ ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ ചാവി തന്നെ അവിടെ വെച്ചു കൊടുത്തപ്പോൾ പോണേ. പിന്നെ നമ്മൾ ഒരു ഫുഡ് മാർക്കറ്റിലെത്തി. അവിടെ നിന്ന് നമ്മൾ പറയാൻ നോക്കിയപ്പോൾ നമ്മൾ ഫ്രൂട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ മീറ്റൊന്നും വാങ്ങിയിട്ടില്ല. മീറ്റ് അത്ര ഇഷ്ടമില്ല. പിന്നെ കോക്കോനട്ട് ജ്യൂസ്. അപ്പം നമ്മളത് കുറച്ച് കുടിച്ചു. പിന്നെ റംബൂട്ടാൻ ഫ്രൂട്ട്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ നടന്നു പോയി നമ്മുടെ സ്ഥലത്ത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ട്വിൻ ടവറിനടുത്തെത്തി. നമുക്ക് ഇതാണ് ട്വിൻ ടവർ. നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോ എടുത്തു.
പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇതാണ് നമ്മൾ ലോകത്തിലെ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടുന്ന് നമ്മൾ ഞാൻ സ്പഗാറ്റിയാണ് കഴിച്ചത്. ഇവിടുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ എത്തി. അവിടെ ബാട്ടു കേവ്സിലാണ് പിന്നെ നമ്മൾ എത്തിയത്. അവിടെ കുറേ പ്രാവുകളുണ്ടായിരുന്നു. എൻ്റെ അരിയിൽ കുറേ പ്രാവിനെ പിടിച്ച് ഓനെ കണ്ടപ്പോൾ തന്നെ കുറേ പ്രാവിന് പറഞ്ഞു. പിന്നെ അവിടുത്തെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അവിടെ കുറച്ചിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റെപ്പ് കയറാൻ നമ്മൾ പോകുന്നു. പക്ഷേ ഈ നോട്ടി കുരങ്ങന്മാരെ കൊണ്ട് നമ്മൾ കയറാൻ പറ്റുന്നില്ല. ഒരു പിക്ക് പോക്കറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കവറാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവർ വലിച്ചു കയറി കുടിച്ചു കൊണ്ടുപോകുന്നു. കൊടുത്തിട്ടില്ലെങ്കിൽ മുഖത്ത് കാണുന്നു. പിന്നെ എൻ്റെ അനിയനെ കുറച്ച് പീരിയൻസിനെ പിടിക്കാൻ നോക്കി. ഒരിക്കൽ പറന്നു തന്നെയാണ് അവനെ പിടിച്ചിട്ട് പിന്നെ അവനെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നു കാലുവേനൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ റോപ്പ് വേയിൽ കയറാൻ പറ്റി. അവിടുന്ന് നമ്മൾ കേബിൾ കാറിൽ കയറണം. എന്നിട്ട് നമ്മൾ ഒരു വലിയൊരു ക്യൂ നിൽക്കണം. നമുക്ക് കേബിൾ കാറിൽ കയറട്ടെ. പിന്നെ നമ്മൾ കേബിൾ കാറിൽ കയറി. പിന്നെ റോപ്പ് വേയിൽ കൂടെ നമുക്ക് റോപ്പ് വേയിൽ കൂടെ ഇവിടുത്തെ വ്യൂ ഭയങ്കര രസമാണ്. പിന്നെ നമ്മളിങ്ങനെ പോയി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പാൻ്റെ ഫാമിലീൻ്റെ എൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലിയാണ് ഇതിൽ വന്നത്. പിന്നെ നമ്മുടെ ഇതിലൊക്കെ പോകുന്നതാണ്. ഇതിൽ കുറേ കേബിൾ കാറുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. എടുത്ത് നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് നമ്മൾ ഈ മേരി ബ്രൗണിലാണ് കയറിയത്. കാസിനോ, മെക്ഡോണൽഡ്സ്, KFC അങ്ങനെ കുറേ സ്ഥലമുണ്ട്. ഇതിൽ നമ്മൾ മേരി ബ്രൗണാണ് കയറിയത് ഫുഡ് കഴിക്കാൻ. പിന്നെ നമ്മൾ മലേഷ്യയിലെ ഈ സ്ഥലമാണ് ആദ്യമായിട്ട് അതിനിങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ്. പിന്നെ ഒരു ആന സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോയി കുറേ ഡൈനോസോറിൻ്റെ അവിടെ കുറേ സാധനങ്ങളുണ്ട്. പൈസ എല്ലാ സാധനത്തിനും നമ്മൾ കേബിൾ കാറിൽ കൂടെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു ശൈലിക്കാരി നമ്മുടെ കൂടിയിട്ട് എന്തായാലും കുറേ ഫോട്ടോസ് എടുത്തു. നിൽക്കുമ്പോൾ എയറിൽ നിൽക്കുന്നു. ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മൾ പാലസ് വെച്ചാൽ അവിടെ നമ്മൾ അവിടുന്ന് പിന്നെ കിങ്ങിൻ്റെ പാലസിൽ നമ്മൾ കുറച്ച് സ്ഥലമെത്തി. ഇതാണ് വേൾഡ് വാർ 1 മരിച്ച സോൾജേഴ്സിൻ്റെ പേരൊക്കെ ഇവിടെ നമുക്ക് അവിടെ മലേഷ്യക്ക് വേണ്ടി ദ്വീപ്. പിന്നെ നമ്മൾ അതിലെ കൂടി പോയി കുറേ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ തിരിച്ചു പോകുന്നത് നമ്മളൊരു ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടല്ലേ, അതാണ് ആ കിങ്ങിൻ്റെ ഫോട്ടോ. അത് കിങ്ങിൻ്റെ ഭാര്യ. പിന്നെ നമ്മൾ കൂടിയാണ് നമ്മുടെ ഗൈഡ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നാഷണൽ മോസ്കിൻ്റെ അവിടുന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ വലിയൊരു ഗാർഡൻ പോലെ ഞാനും എൻ്റെ അനിയനും ഓടിക്കളിച്ചു കൊടുക്കുന്നു. പിന്നെ ഫോട്ടോസ് എടുത്തു. ഇതാണ് കിങ്ങിൻ്റെ ഫോട്ടോ, അത് കിങ്ങിൻ്റെ ഭാര്യ. പിന്നെ ഇതാണ് ചർച്ച്. ഈ ചർച്ചിൽ കയറി നോക്കി വന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഫാക്ടറിയിലെ ഇവിടുത്തെ ചോക്ലേറ്റിൽ ഭയങ്കര എല്ലാം വെജിറ്റേറിയനാണ് പറയുന്നത്. ഇത് നമ്മൾ കയറി നോക്കുമ്പോൾ എല്ലാ വലിയ ആൾക്കൊരു ID കാർഡ് കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പിന്നെ നമ്മൾ
എന്താവുന്ന റൂൾസ് ഞാൻ പറഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാൽ എല്ലാവർക്കും